ഓം ശാന്തി. 6/7/69 अव्यक्त बाप दादा. टीचर्स के प्रति अव्यक्त बाप दादा के महावाक्य. ടീച്ചേഴ്സിനോട് അവ്യക്ത് ബാപ്ദാദ ഉപദേശിച്ചിട്ടുള്ള മഹാവാക്യങ്ങൾ. സബി കിസ്കി യാദുമേ ബൈഠയോ. എല്ലാവരും ആരുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്? ഏക് കി യാദ് ധി യാ ദോ കി. ഒന്നിൻ്റെ ഓർമ്മയായിരുന്നു അതോ രണ്ടിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു? जो एक की याद में थे वह हाथ उठाए. ആരാണോ ഒന്നിൻ്റെ ഓർമ്മയിലിരുന്നത് അവർ കൈ ഉയർത്തു. और जो दो की याद में थे वह भी हाथ उठाए. ആരാണോ രണ്ടിൻ്റെ ഓർമ്മയിൽ ആയിരുന്നത് അവരും കൈ ഉയർത്തു. അബ് വഹ് ദോ കോൻ. ഇപ്പോൾ ആ രണ്ടുപേരാരാണ്? ഇവിടെ ബാബ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിലിരുന്നവരും രണ്ടുപേരുടെ ഓർമ്മയിലിരുന്നവരും കൈ ഉയർത്തു എന്ന് മാറി മാറി പറയുകയാണ് ചെയ്തത്. എന്നിട്ട് ബാബ തന്നെ ചോദിക്കുകയാണ്, ഈ രണ്ടു പേര് എന്ന് പറയുന്നത് ആരാണ്? അവ്യക്ത വദൻവാസി വ വ്യക്ത വദൻവാസി. അവ്യക്ത വദൻവാസിയാണോ അതോ വ്യക്തവദനവാസിയാണോ? ആപ്പ് സബ് ടീച്ചേഴ്സ് ഹോനോ. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണല്ലോ. ആപ്കെ പാസ് കോയി ജിജ്ഞാസു ആവേ തോ ഉൻകോ കോൺസാ ടിക്കാനാ ദേങ്കി. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ജിജ്ഞാസു വരുമ്പോൾ അവർക്ക് ഏതൊരു ഇരിപ്പിടമാണ് കൊടുക്കുന്നത്? ഏതൊരു അടിസ്ഥാനമാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? സബ്കോ ടീച്ചിങ് ക്യാ ദേങ്കി. എല്ലാവർക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ആപ്പ് ടീച്ചേഴ്സ് ഹോ നാ. ബാബ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ടീച്ചേഴ്സ് ആണല്ലോ. ടീച്ചേഴ്സ് അപ്പനെ ടീച്ചിങ് കാ ഷോ നിക്കാൽത്തെ. ടീച്ചേഴ്സ് തൻ്റെ ടീച്ചിങ്ങിൻ്റെ ഷോ കൊണ്ടുവരും, അഥവാ മറ്റുള്ളവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും തൻ്റെ ടീച്ചിങ്ങിലൂടെ. ജിജ്ഞാസു കോ ജിസ് രീതി പരവരിഷ് കരേങ്കെ ഔർ ടിക്കാന ദേങ്കെ വഹ് ടീച്ചർ കാ ഷോ നിക്കൽത്താ ഹെ. ജിജ്ഞാസുക്കൾക്ക് ഏത് രീതിയിലുള്ള പാലനമാണോ കൊടുക്കുന്നത്, ഏതൊരു ആശ്രയമാണ് അടിസ്ഥാനമാണോ കൊടുക്കുന്നത്, അവരതിനനുസരിച്ച് ടീച്ചറിൻ്റെ ഷോ ചെയ്യും. അഗർ ആപ്പ് ജിജ്ഞാസു കോ ആനെ സേ ഹി അവ്യക്ത വദൻ കാ ടിക്കാന ദേങ്കെ ജോ രാസ്ത കബ് ദേഖാ ഹി നഹി തോ പൗഞ്ചേങ്കെ കൈസെ. ആദ്യം വരുന്ന ജിജ്ഞാസുക്കൾക്ക് തന്നെ വരുമ്പോൾ തന്നെ അവ്യക്തവദനത്തിൻ്റെ ആധാരമാണ്, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഇരിപ്പിടം അവ്യക്തവദനമാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു വഴിയായതുകൊണ്ട് അവരെങ്ങനെ അവിടെ എത്തിച്ചേരാൻ സാധിക്കും? അപ്പം ബാബ ഇവിടെ ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ചും ചോദിക്കുകയാണ്, അതായത് വ്യക്തവദനവാസി അതുപോലെ അവ്യക്തവദനവാസി. ബാബ രണ്ടുപേരുടെയും കാര്യങ്ങളെക്കുറിച്ച് സ്പഷ്ടമാക്കിയാണ്. അവ്യക്തവദനത്തിലുള്ള ബാബയെക്കുറിച്ച് തുടക്കത്തിൽ ഒരാളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കവിടെ എത്താൻ കഴിയുകയില്ല. കാരണം അവർക്കൊന്നും ഒരു എത്തും പിടിയില്ലാതെ തുടക്കത്തിൽ വരുന്നവർക്ക്. അപ്പം അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, വ്യക്തവദനവും അതുപോലെ അവ്യക്തവദനവും ആദ്യം കുട്ടികൾ തന്നെ അത് ബുദ്ധിയിൽ സ്പഷ്ടമാക്കി മനസ്സിലാക്കിയിട്ട് വേണം മറ്റ് വഴി അറിയാതെ വഴി അറിയുന്നതിന് വേണ്ടി വരുന്ന യഥാർത്ഥ ജിജ്ഞാസുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ അതാണ് ടീച്ചേഴ്സിൻ്റെ ഷോ. ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ തൻ്റെ അധ്യാപകരെ ലോകത്തിൻ്റെ മുന്നിൽ ഷോ ചെയ്യും. പഹലെ അഡ്രസ് കോൻസി ദീ ജാത്തി. ആദ്യം ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത്?
ആപ്പ് സംഗ്രഹാലയമേ ക്യാ സംജാത്തെ ഹോ? നിങ്ങൾ മ്യൂസിയത്തിൽ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ജിജ്ഞാസു കോ ക്യാ പരിചയ ദേത്തെ ഹോ? ജിജ്ഞാസുക്കൾക്ക് എന്ത് പരിചയമാണ് കൊടുക്കുന്നത്? ഉൻകോ കോൺസാ രാസ്ത കോൺസാ ടിക്കാന ദേത്തെ ഹോ? അവർക്ക് ഏത് വഴിയാണ്, ഏത് ആധാരമാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ബീജ് കിസ്നെ ബോയ? വിത്ത് ആരാണ് വിതച്ചത്? ബീജ് തോ ബീജ് ഹി ഹെ? ബീജം എന്നും ബീജം തന്നെയായിരിക്കും. വഹ് ബീജ് ഭലെ സഡ് ഭി ജായേ फिर भी समय पर कुछ न कुछ ढालियाँ आदि निकलती रहती हैं. बरसात पड़ता है तो निकल आता है. ഒരു പക്ഷേ ആ വിത്ത് ജീർണിച്ചു പോയിരുന്നാലും സമയം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ശാഖകൾ അതിൽ നിന്നും പൊട്ടി വിടരാറുണ്ട്. മഴ വരുമ്പോൾ, വെള്ളം കിട്ടുമ്പോൾ അതിൽ നിന്നും ശാഖകൾ വരിക പതിവാണ്. आप बीज को भूल जाएंगे तो फिर रास्ता कैसे बताएंगे? നിങ്ങൾ വിത്തിനെ തന്നെ മറക്കുകയാണെങ്കിൽ വഴി പിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? ബീജ് കോൺസാ ഹെ? ബാബ ചോദിക്കുകയാണ്, വിത്ത് ഏതാണ്, ബീജം ഏതാണ്? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബാബയുടെ പരിചയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ മ്യൂസിയത്തിലായിരുന്നാലും സേവാ കേന്ദ്രത്തിലായിരുന്നാലും പുതിയതായി വരുന്ന ജിജ്ഞാസുക്കൾക്ക് അവരുടെ ജിജ്ഞാസ അകത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ കാര്യം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഓരോ ടീച്ചേഴ്സും പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ബാബ ഉദ്ദേശിക്കുന്നത് ബാബയുടെ പരിചയം നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ശരിക്കും യഥാർത്ഥ വഴി, ബാബയിലേക്ക് എത്തുന്നതിനുള്ള വഴി എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ ഒരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, ബീജം ഏതാണ്? എന്നിട്ട് ബാബ പറയുകയാണ്, ബീജം ഒരു പക്ഷേ ജീർണിച്ചു പോയിരുന്നാലും വെള്ളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും വീണ്ടും ചെടികൾ ഉണ്ടാകുക പതിവാണ്. ഇവിടെ ബീജം എന്നുദ്ദേശിക്കുന്നത് ബാബയെ തന്നെ നമ്മൾ മറന്നു കഴിയുകയാണെങ്കിൽ ബാബയിലേക്കുള്ള വഴി, ബാബ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള വഴി നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ബീജസ്വരൂപനായ പരമാത്മാവിൻ്റെ ഓർമ്മയുണ്ടാകണം. ആ ബീജത്തിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാ സൃഷ്ടിയും വന്നിട്ടുള്ളത്. സേവനവും ഇത്രയും അഭിവൃദ്ധിയിൽ വന്നത് ബാബ തന്നെയാണ് അതിൻ്റെ ആധാരം. അതുകൊണ്ട് ഒരിക്കലും ബാബയുടെ കുട്ടികൾ ബീജസ്വരൂപമായിരിക്കുന്ന ബാബയെ മറക്കരുത് എന്ന് ബാബ ഈ മുരളിയിൽ പ്രത്യേകിച്ചും ടീച്ചേഴ്സിനോട് ഉപദേശിക്കുകയാണ്. ടീച്ചേഴ്സ് കോ യുക്തിയുക്ത് ബോൾനാ ചാഹിയെ. ടീച്ചേഴ്സ് എപ്പോഴും യുക്തിയുക്തം സംസാരിക്കണം. ഛോട്ടെ ബच्चे तो नहीं हो ना? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. छोटे बच्चों को पहले से सिखलाया जाता है. കൊച്ചു കുട്ടികളെ നേരത്തെ തന്നെ പഠിപ്പിക്കാറുണ്ട്. आप तो सीख कर इतनी परवरिश लेकर यही इम्तिहान देने आए हो. നിങ്ങൾ പഠിച്ചിട്ട് ഇത്രയും പാലനം ബാബയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ്. പഠേങ്കി ബി സാത്തുമേ ഇംതിഹാൻ ബി ദേങ്കി. പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ പരീക്ഷയും എഴുതുന്നുണ്ട്. ദോനോ കാര്യ ഇഖട്ടെ ചലേങ്കി. രണ്ട് കാര്യവും ഇവിടെ ഒരുമിച്ച് നടക്കും. അപ്പം ബാബ പഠിപ്പിക്കുന്ന ഈ പഠിത്തത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. പഠിത്തവും അതേപോലെ പരീക്ഷയും സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ബാബയിൽ നിന്ന് കുട്ടികൾ എത്രമാത്രം പഠിക്കുന്നുണ്ടോ അത്രയും തന്നെ പരീക്ഷകളും ഫേസ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ് ബാബയുടെ മുന്നിൽ എന്ന് ബാബ ടീച്ചേഴ്സിനോട് പറയുകയാണ്. ബാപ്പ് അവ്യക്ത വദൻവാസി ബന तो आप सबको भी അവ്യക്ത വദൻവാസി ബനനാ ഹെ. ബാബ അവ്യക്ത വദനവാസിയായി നിങ്ങൾ കുട്ടികൾക്കും അവ്യക്ത വദനവാസിയാകണം. വഹ് കിസ് സൃഷ്ടി പർ ഖടേ ഹോക്കർ അവ്യക്ത് ബനെ. സാകാര ബാബ
ഏത് സൃഷ്ടിയിൽ നിന്നുകൊണ്ടാണ് അവ്യക്തമായത്? ബാബ നമ്മളോട് ചോദിക്കുകയാണ്. ബാബയെ നമ്മളെപ്പോലെ തന്നെ പഞ്ചതത്വ നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുള്ള ഈ സാകാര സൃഷ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ, ഈ ദേഹവും ദേഹബന്ധങ്ങൾക്കും ഇടയിൽ ഇരുന്നു കൊണ്ട് തന്നെ, പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളിലും ഇരുന്നു കൊണ്ട് തന്നെയാണ് പ്രകൃതിക്ക് അതീതമായിട്ടുള്ള കർമാതീത അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് ബാബ എടുത്ത് ആവർത്തിച്ച് വീണ്ടും ചോദിക്കുകയാണ്, ബ്രഹ്മാവ് സമ്പൂർണമായത് എവിടെ നിന്നുകൊണ്ടാണ്? ഈ സൃഷ്ടിയിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ? ആപ്കോ കഹാം ബന്ന ഹൈ, നിങ്ങൾക്ക് എവിടെയാണ് സമ്പന്നമാകേണ്ടത്, സമ്പൂർണമാകേണ്ടത്? അപ്പം അവിടെ ഇരുന്നവർ ഉത്തരം പറഞ്ഞു, സാകാര സൃഷ്ടിയിൽ. ഈ ലോകത്തിരുന്നു കൊണ്ട് തന്നെ വേണം ബാബ നമുക്ക് സമ്പന്നമാകാൻ എന്ന് കുട്ടികൾ ഉത്തരം കൊടുത്തു. സൃഷ്ടി തോ ഓൾറൗണ്ട് ഗോൾ ഹെ, ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഓൾറൗണ്ടായിട്ടുള്ളൊരു ഗോളമാണ്. സൃഷ്ടിമേ സാരാ ഝാഡ് സമായാ ഹുവാ ഹെ, സൃഷ്ടിയിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുകയാണ്. പരന്തു സൃഷ്ടി കാ ടിക്കാന സംഗം ഹെ, എന്നാൽ സൃഷ്ടിയുടെ ആധാരം സംഗമമാണ്. സംഗം കി ബലിഹാരി ഹെ ജിസ്നെ ആപ് സബ്കോ യഹാം പഹുഞ്ചായ, ഈ സംഗമത്തിൻ്റെ അഥവാ ഈ സംഗമ സമയത്തിൻ്റെ ബലിയർപ്പണമാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചത്. ഇവിടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കാലം ഒരു ചക്രമാണ്, അത് തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാലചക്രത്തിൻ്റെ ആ ഒരു തിരിയുന്ന സമയം എന്ന് പറയുന്നത് സംഗമ സമയമാണ്, ബാബ സൃഷ്ടിയിൽ അവതരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിക്കുന്നത്. അതുകൊണ്ട് സംഗമത്തിന് തന്നെയാണ് ബലിയർപ്പണം ഉള്ളത്. ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ടുള്ള സമയം സംഗമം തന്നെയാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. आप अपने टिकाने को भूल जाएंगे तो फिर क्या होगा? നിങ്ങൾ നിങ്ങളുടെ ആധാരത്തെ തന്നെ, അടിസ്ഥാനത്തെ തന്നെ മറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടിക്കാന ദേനെ വാലാ ഹി ഭൂൽ ജായേഗ, നിങ്ങൾക്ക് ആധാരം തരുന്ന, നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്ന ആളിനെയും നിങ്ങൾ മറന്നുപോകും. टिकाना पक्का याद करो और बाप दादा की जो पढ़ाई मिली है उनको धारण करो. ആധാരത്തെ നല്ലവണ്ണം ഓർക്കൂ. ബാപ്ദാദയിൽ നിന്ന് കിട്ടുന്ന പഠിത്തം എന്താണോ അത് നന്നായി ഓർക്കുകയും ധാരണ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബാബ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഭഗവാന്റെ അവതരണ സമയമായതുകൊണ്ട് സമയത്തെ മറക്കുകയാണെങ്കിൽ ഈശ്വരനെയും, അതായത് ബാബയെ നമ്മൾ മറന്നുപോകും. ബാബയെ മറക്കുകയാണെങ്കിൽ ബാബ നമ്മളെ പഠിപ്പിക്കുന്ന പഠിത്തവും നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് സമയവും അതേപോലെ ബാബയും ബാബ പഠിപ്പിക്കുന്ന പഠിത്തത്തെയും നല്ലവണ്ണം ഓർക്കൂ, ധാരണയിൽ കൊണ്ടുവരൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ധാരണാസെ ധൈര്യവത് അന്തർമുഖ് ഹോങ്കി, ധാരണയിലൂടെ ധൈര്യവും അതേപോലെ അന്തർമുഖരുമാകും. ഉസ്സെ കലിയുഗി രാവൺ രാജ്യക്കോ ഖതം കർ ദേംഗെ, അതിലൂടെ കലിയുഗി രാവണ രാജ്യത്തെ ഇല്ലാതാക്കും. तो अब पढ़ाई का समय और साथ साथ इम्तिहान देने का भी समय है. അപ്പോൾ ഇപ്പോഴാ പഠിത്തത്തിൻ്റെ സമയത്തോടൊപ്പം തന്നെ പരീക്ഷയുടെയും കൂടി സമയമാണ്. യഹ് ഹുയി ഏക് ബാത്, ഇതാണ് ഒരു കാര്യം. അപ്പോൾ ഇവിടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ബാബ പഠിപ്പിക്കുന്ന പഠിത്തം ധാരണ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിൽ ക്ഷമ വരികയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അന്തർമുഖരും ആയിത്തീരുകയുള്ളൂ. എത്രമാത്രം അന്തർമുഖത വരുന്നുണ്ടോ, ക്ഷമ വരുന്നുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് വരുന്ന പരീക്ഷകളെ അതിജീവിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ബാബ പഠിത്തത്തിലും അതേപോലെ ധാരണയിലും കൂടുതൽ ശ്രദ്ധിക്കൂ എന്ന് നമ്മളോട് പറയാൻ കാരണം. दूसरी बात, जरा ध्यान में रखो, इतना समय जो बाप दादा की गोद में पले और उसमें जो भी कुछ कर्तव्य किया. രണ്ടാമത്തെ കാര്യം, കുറച്ചൊന്ന് ശ്രദ്ധയിൽ വയ്ക്കൂ. ഇത്രയും സമയം ബാപ്ദാദയുടെ മടിത്തട്ടിൽ നിങ്ങൾ വളർന്നു, അതിലെന്തെല്ലാം കുറച്ച് കർത്തവ്യങ്ങൾ ചെയ്തു. ഐസേ ബി ഹേ കോയി കോയിനെ ലജ്ജ കെ മാരെ ബാപ്ദാദ സെ छिपाया है.
അങ്ങനെയുണ്ട് ചില കുട്ടികൾ ലജ്ജ കാരണം പല കാര്യങ്ങളും ബാപ്ദാദയിൽ നിന്നും ഒളിച്ചു വെച്ചു, മറച്ചു വെച്ചു. ഐസേ നഹി ബാപ് കോ പഹച്ചാൻ കർ സബ് ബാപ് കെ ആകെ രഖാ ഹൈ. അങ്ങനെയല്ല, ബാബയെ തിരിച്ചറിഞ്ഞ് എല്ലാം ബാബയുടെ മുന്നിൽ സമർപ്പിച്ചു എന്ന്. നഹി ജോ സമജ്തേ ഹെ ഐസി വി ഭൂൽ ഹുയി ഹെ. ആരാണോ അങ്ങനെ മനസ്സിലാക്കുന്നത് അങ്ങനെയും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാബ ശരിക്കും ഓർമ്മിപ്പിക്കുകയാണ്, ബാബ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ബാബയുടെ അടുത്ത് പറഞ്ഞ് അതിന് മാപ്പ് ചോദിച്ചിട്ടില്ല. അത് ബാബ എടുത്ത് പറയുകയാണ്, അങ്ങനെയും കുട്ടികളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ലജ്ജ കൊണ്ടാണ് ബാബയോട് സത്യം തുറന്നു പറയാത്തത്. ജൈസെ കോയി അപ്പനി ദിൽ സെ ഭൂൽ നഹി കർത്തേ ഹെ പരന്തു അൽബേലായി സെ ഹോ ജാത്തി ഹെ. ചിലരുണ്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല, പക്ഷേ അശ്രദ്ധ കൊണ്ട് തെറ്റ് ആയിപ്പോവുകയാണ്, തെറ്റ് ചെയ്തു പോവുകയാണ്. തോ യഹ് സബ്കോ ലിഖ്നാ ഹെ. അപ്പോൾ ബാബ പറയാണ് ഇതെല്ലാവരും എഴുതണം. അപ്പോൾ ബാബ ഒരു കാര്യം നമ്മളെ ഉപദേശിക്കുകയാണ്, ഇനി എന്തു തന്നെയായിരുന്നാലും, അറിഞ്ഞുകൊണ്ടായിരുന്നാലും അറിയാതെ ആയിരുന്നാലും അശ്രദ്ധ കൊണ്ടായിരുന്നാലും എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ, തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ഓരോ കുട്ടിയും അത് ബാബയെ മനസ്സിലാക്കി ബാബയുടെ അടുത്ത് അത് തുറന്ന് എഴുതണം എന്ന് ബാബ പറയുകയാണ്. बाप दादा से जिन्होंने बात की है उन्हों को भी लिखनी है सारी जन्मपत्री. ബാപ്ദാദയോട് ആരൊക്കെയോ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടും കൂടി ബാബ പറയുകയാണ്, ആരൊക്കെയാണോ എന്നോട് സംസാരിച്ചിട്ടുള്ളത് അവരും കൂടി തൻ്റെ ജന്മപത്രി, തൻ്റെ ജാതകം, തൻ്റെ ജന്മം മുതലുള്ള കാര്യങ്ങൾ എഴുതണം എന്ന് പറയുകയാണ്. യഹ് അന്ത് കാ സമയഹേന, ഇത് അന്തിമത്തിൻ്റെ സമയമാണല്ലോ. 84 का हिसाब किताब यहाँ ही चुक्तु होता है. 84 ജന്മത്തിൻ്റെ കണക്കുകൾ ഇവിടെ തന്നെയാണ് ക്ലിയർ ആകുന്നത്. സച്ചായി और सभाई अक्षर तो कहते हैं, परंतु सच्चाई और सभाई में भी अंदर क्या है इस अर्थ को नहीं समझा है. സത്യതയും ശുദ്ധതയും ഈ ശബ്ദങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എന്നാൽ സത്യതയിലും ശുദ്ധതയിലും അന്തരമുണ്ട്. ഈ അർത്ഥം ആരും മനസ്സിലാക്കിയിട്ടില്ല. अब उसकी गहराई में जाकर सारा लिखना है. ഇപ്പോഴതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് എല്ലാം ബാബയ്ക്ക് എഴുതണം. സത്യതയും ശുദ്ധതയും ബാബ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് എപ്പോഴും ഭഗവാന്റെ മഹിമയിൽ നമ്മൾ പാടാറുമുണ്ട്, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗുണങ്ങളാണ് സത്യതയും ശുദ്ധതയും. അപ്പം നമ്മൾ എത്രമാത്രം സത്യമാണ്, അതുപോലെ ബാബ എത്രമാത്രം സത്യമാണ്, എത്രമാത്രം ശുദ്ധമാണ്, അത് അളവിൽ തന്നെ ബാബയെ മനസ്സിലാക്കിയിട്ട് ആ പൂർണ്ണമായും ആ സത്യതയോടുകൂടി എല്ലാ കാര്യവും നമ്മൾ ക്ലിയറായിട്ട് ബാബയ്ക്ക് എഴുതണം. അതിലൊന്നും ബാബയ്ക്ക് മറച്ചു വയ്ക്കാൻ പാടില്ല, ബാബയോട് മറയ്ക്കാൻ പാടില്ല. അപ്പം അതുതന്നെയാണ് ബാബ പറയുന്നത്, കുട്ടികൾ സത്യതയും ശുദ്ധതയും ഈ ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ ജീവിതത്തിൽ ഉള്ളതുള്ളതുപോലെ എഴുതുക. അതിനുശേഷം ബാബയുടെ അടുത്ത് തന്നെ സോറി അഥവാ ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് ഉയരാം. अव्यक्त वदन से बाप दादा बच्चों की सर्विस करने और साफ बनाने लिए आए हैं. അവ്യക്ത വദനത്തിൽ നിന്നും ബാപ്ദാദ കുട്ടികളുടെ സേവനം ചെയ്യുന്നതിന്, കുട്ടികളെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ബാപ്പ് സേവ കർത്തേ ഹെ, ബാബ സേവനമാണ് ചെയ്യുന്നത്. ആപ് സബ് ബച്ചോं का शुरू से लेकर अंत तक बाप सेवक है. തുടക്കം മുതൽ അവസാനം വരെ കുട്ടികളാകുന്ന നിങ്ങളുടെ സേവാധാരിയാണ് ഞാൻ. ബാബ എത്രമാത്രം നിരഹങ്കാരിയും എത്രമാത്രം നിഷ്കാമ സേവാധാരിയുമാണ്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, എന്നു മുതൽ ബാബ സൃഷ്ടിയിൽ വന്നു അന്നു മുതൽ അവസാനം വരെയും ഞാൻ നിങ്ങളുടെ സേവനത്തിന് തയ്യാറാണ്, ഞാൻ നിങ്ങളുടെ സേവാധാരിയാണ്, സേവകനാണ്. അപ്പം അതുകൊണ്ട്
കുട്ടികളെ ശുദ്ധമാക്കുന്ന കാര്യം ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും കൂടി ആ ശുദ്ധീകരണ പ്രക്രിയയിൽ സപ്പോർട്ട് ചെയ്യണം ബാബയ്ക്ക്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യവും ലജ്ജ കൊണ്ടോ ഭയം കൊണ്ടോ ബാബയിൽ മറച്ചു വയ്ക്കരുത്. എല്ലാ കാര്യങ്ങളും ബാബയുടെ അടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കും. സേവ കർണേലിയെ സദൈവ് തയ്യാർ. ബാബ സേവനത്തിന് എപ്പോഴും തയ്യാറാണ്. ബാപ്കോ കിത്തന ഫക്കൂർ रहता है, हमारे बच्चे सिर मौर हैं, आँखों के सितारे हैं. ബാബയ്ക്ക് എത്ര അഭിമാനമാണുള്ളത്. എൻ്റെ മക്കൾ എൻ്റെ തലയുടെ കിരീടമാണ്, എൻ്റെ കണ്ണുകളുടെ നക്ഷത്രമാണ്. ബാബയുടെ ഈ ശബ്ദങ്ങൾ നമുക്ക് എത്ര ലഹരി തരുന്നതാണ്, എത്ര സന്തോഷം തരുന്നതാണ്. ബാബയ്ക്ക് വളരെ അഭിമാനമുണ്ട് നമ്മുടെ മേൽ. അതായത് എൻ്റെ ഓരോ കുട്ടിയും എൻ്റെ തലയുടെ കിരീടമാണ്, എൻ്റെ കണ്ണുകളുടെ നക്ഷത്രമാണ്. जिनों के लिए स्वर्ग स्थापन हो रहा है, उस स्वर्ग के वासी बनाने के लिए तैयार कर रहे हैं. ആർക്ക് വേണ്ടിയാണോ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗത്തിലെ വാസിയാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാബ വന്ന് നമുക്ക് വേണ്ടി സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിലെ നിവാസികളാക്കുന്നതിന് വേണ്ടി ബാബ നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സേവനമാണ് ബാബ കുട്ടികളുടെ ചെയ്യുന്നത്. जो समझते हैं हम लक्ष्मी नारायण बनेंगे, इतना लक्ष्य पकड़ करके भी गफलत करते रहते हैं. ശ്രീലക്ഷ്മി ശ്രീനാരായൺ ആകണം എന്നുള്ള ലക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ടും പിന്നെയും കുട്ടികൾ അശ്രദ്ധ കാണിക്കുകയാണ്. കുട്ടികളുടെ അശ്രദ്ധയെക്കുറിച്ച് ബാബ ഓർക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷ്യത്തിനനുസരിച്ചുള്ള ലക്ഷണം നമ്മളിൽ വരണമല്ലോ. അതുകൊണ്ട് ബാബ അശ്രദ്ധ പാടില്ല, അലസത പാടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലിയെ ബാബ്ദാദ ഫിർ ഭി സേവ കർണേ ആയേ. അതുകൊണ്ടാണ് ബാബ്ദാദ വീണ്ടും സേവനം ചെയ്യുന്നതിന് വന്നത്. 69 വരെ ബാബ കുട്ടികളുടെ സേവനം സാകാര ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കുട്ടിയെയും ദേവീ ദേവത അവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടി ബാബ പുരുഷാർത്ഥം ചെയ്യിക്കുകയായിരുന്നു, സ്വയം ചെയ്ത് കാണിക്കുകയായിരുന്നു. ബാബ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷവും വീണ്ടും ബാബ ഈ ലോകത്ത് വന്നത് നിങ്ങളെ വീണ്ടും പുരുഷാർത്ഥം ചെയ്യിച്ച് നിങ്ങളെ അവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ ആ സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സാകാര ലോകത്ത് വീണ്ടും വന്നത് എന്ന് ബാബ പറയുകയാണ്. അന്ത്മതി സോഗതി. അവസാനം ഏത് ഓർമ്മയിലാണോ നമ്മൾ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഗതി അതിനനുസരിച്ചായിരിക്കുമല്ലോ. സമയം നഹി ഹേ, അവരെ സമയം കൂടുതലില്ല. സമയം ബഹുത് നസ്ദീക് ആനെ വാല ഹേ, സമയം വളരെ പെട്ടെന്ന് തന്നെ സമീപം വരാൻ പോവുകയാണ്. ആപ്പ് ശേരണി ശക്തിയോं को भुजाएं तैयार करनी है. നിങ്ങൾ ശേരണി ശക്തികൾക്ക്, സിംഹിണികളായിരിക്കുന്ന ശക്തികൾക്ക് തൻ്റെ ഭുജങ്ങളെ തയ്യാറാക്കണം. ബാബു പറഞ്ഞു, ലോകത്തോട് ചലഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, ലോകത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയം സിംഹിണി ശക്തികളായിക്കൊണ്ട് നിങ്ങളെപ്പോലെ തന്നെയുള്ള ഹാൻഡ്സ് നിങ്ങൾ തയ്യാറാക്കണം. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ബാബയുടെ കുട്ടികളെ തയ്യാറാക്കണം എന്ന് ബാബ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.